നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദീഖിനെതിരെ കേസെടുത്തു. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, പരാതിയിൽ സിദ്ദീഖിനെതിരെയും കേസ് വരുന്നത് ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? ഹരികൃഷ്ണൻ, ഈ യുവനടിയുടെ ലൈംഗികാരോപണത്തിലാണ് ഇപ്പോൾ സിദ്ദീഖിനെതിരെ കേസെടുത്തിട്ടുള്ളത്. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ്. IPC 376, 506 വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. ഇന്നലെ ഈ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് നടി പോലീസിന്, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയാണ് മ്യൂസിയം പോലീസിന് കൈമാറിയിട്ടുള്ളത്. ഈ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി 2016 തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തതായിരുന്നു ഈ നടിയുടെ വെളിപ്പെടുത്തലും പരാതിയും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിദ്ദീഖിനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഏതായാലും ഇതിനുശേഷം ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലായിരിക്കും ഈ മൊഴി രേഖപ്പെടുത്തുക. അത് ഈ ഇരയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും ഈ തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ ഈ പ്രത്യേക അന്വേഷണ DGPക്ക് നൽകിയ പരാതിയിലാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തിട്ടുള്ളത്. ഹരികൃഷ്ണൻ, നേരത്തെ ഉയർന്നു വന്ന വെളിപ്പെടുത്തലുകൾ, പരാതികൾ ഇതൊക്കെ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിഗണനയിലുണ്ട്. അതിൽ അന്വേഷണം പ്രാഥമികമായി ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അതിനിടയിൽ മ്യൂസിയം പോലീസിൻ്റെ ഈ നടപടി, ഈ കേസിൻ്റെ പുരോഗതി ഇനി എങ്ങനെയായിരിക്കും? പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ഹരികൃഷ്ണൻ, റിജിത്ത്, നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കാതെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച ഇരകളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം, അതായത് ഇരകളുടെ പരാതികൾ നേരിട്ട് സ്വീകരിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവരും സിദ്ദീഖിനെതിരെ എടുത്തിട്ടുള്ള കേസ് അത് മ്യൂസിയം പോലീസാണ്. IPC 376, 506 വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. അതായത് ബലാത്സംഗത്തിനും അതേപോലെ തന്നെ നടിയെ ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ശരി, ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.